ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പം മൗൻരാഗത്തിൻ്റെ അടുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബഹഗാസുരനാണെങ്കിൽ നേരെ രൂപയെയും അതേപോലെ തന്നെ സേനയൊക്കെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുകയാണ്. പക്ഷേ ബഗാസുരൻ്റെ ആ ഒരു സംസാരം രീതികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് രൂപയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അകത്തുനിന്ന് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഈ ബഗാസുരൻ്റെ മുഖത്തേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിച്ചാണ്. അപ്പോഴത്തേക്കും ബഗാസുരൻ്റെ മുഖം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞൊക്കെ ദേഹത്ത് മുഴുവനും ചൂടുവെള്ളം വീണ് ആകെ പൊള്ളി നാശമായി. അപ്പോൾ ബഗാസുരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഇച്ചിരി ഐസ് ഇങ്ങോട്ട് തരാമോ, എൻ്റെ ദേഹം ആകെ പൊള്ളിയത്. അപ്പോൾ CS നല്ല മറുപടിയും കൊടുക്കും, നിനക്ക് ഐസ് അല്ലാണ്ട് എൻ്റെ ദേഹം ശരിക്കും ചുട്ടു പൊള്ളട്ടെ, അതേപോലുള്ള ക്രൂരതകളല്ലേ നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. നിൻ്റെ ദേഹത്ത് ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളം അല്ല വീഴേണ്ടത്, ശരിക്കും പറഞ്ഞാൽ തിളച്ച വെള്ളമാണ് നിൻ്റെ ദേഹത്ത് വീഴേണ്ടത്. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തു തന്നതിനെ നീ നന്ദി പറയണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബഗാസുരനോട് ഈ CS. ഇറങ്ങിപ്പോടാ, പിന്നെ എന്തിനാണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? ഇറങ്ങിപ്പോടാ. അപ്പോഴും ബഗാസുരൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, എൻ്റെ മേത്ത് നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് ഇതിനൊക്കെ നിങ്ങളുടെ ചങ്ക് പൊടിയുന്ന രീതിയിൽ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഗാസുരനോടൊന്നും പോയി കഴിഞ്ഞപ്പോഴേക്കും CS രൂപയോട് പറയണം, താനിക്ക് ആ തിളച്ച വെള്ളം ഒഴിക്കണ നേരം കൊണ്ട് നല്ല തിളച്ച എണ്ണ ഒഴിക്കായിരുന്നില്ലേ, അതല്ലേ വേണ്ടായിരുന്നത്. ഇവൻ വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ സേനേട്ടാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിവൻ്റെ ദേഹത്ത് തിളച്ച എണ്ണ തന്നെ ഒഴിച്ചാനായിരുന്നു. അപ്പോൾ ശാരിയോടും പറയണം, നിനക്ക് അവനെ ഓടിച്ചുവിടായിരുന്നില്ലേ, നിനക്ക് ഒഴിക്കായിരുന്നില്ലേ, ഞാനല്ലായിരുന്നു അത് ചെയ്യേണ്ടത്, നീയായിരുന്നു ചെയ്യേണ്ടത്. അത് പിന്നെ എങ്ങനെയാ രൂപേ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഞാൻ വന്നു അപ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത്, അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊഞ്ചിച്ച് അവൾ വഷളാക്കിയാനായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഏതായാലും അവൻ ഒറ്റപ്പെടട്ടെ, അവനിനി ശരിക്കും മടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇനി എന്തെല്ലാം ദുരന്തങ്ങളാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് അവനെ കൂടുതൽ പേടിച്ചേ മതിയാവുള്ളെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനെ എന്ത് പേടിക്കാനായിട്ട്, കിരണിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ CS നേരെ കിരണിനെ വിളിക്കുക. അപ്പോൾ കിരണിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഇതേപോലെ ഇവിടെ ബഗാസുരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ കുഞ്ഞിനെ എടുത്തിട്ട് താലോലിക്കുകയായിരുന്നു. പല അടവുകളായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ അവൻ്റെ അടവൊന്നും ഇവിടെ ചിലവാകില്ലല്ലോ കിരണെ. നല്ല തക്ക മറുപടിയും കൊടുത്ത് അവൻ്റെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ച് അവനെ ഓടിച്ച് വിട്ടു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ CS പറയുകയാണ്. അച്ഛാ, അതേതായാലും ചെയ്തത് നന്നായി, പക്ഷേ അവനെ സൂക്ഷിക്കണം അച്ഛാ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അച്ഛനെ തീർക്കാനും കല്യാണിയെ തീർക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് അവൻ മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ സൂക്ഷിച്ചേ മതിയാവുള്ളെന്നൊക്കെ. അയാൾക്ക് കൂടപ്പിറപ്പങ്ങളോടോ മറ്റുള്ളവരോടൊന്നും ഒരു സ്നേഹവുമില്ല. അയാളുടെ സ്വന്തം നിലനിൽപ്പ് അതുമാത്രമാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിച്ചേ മതിയാവുള്ളെന്നൊക്കെ പറയുകയാണ് കിരൺ. അതിനുശേഷം ഈ ബഗാസുരൻ നേരെ സരയുവിനെ വിളിക്കണം, മോളെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്നും പറയുകയാണ്. ശരിയച്ഛൻ, ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറയാം. അങ്ങനെ കമ്പനിയിൽ നിന്ന് നമ്മുടെ സരയു ഇറങ്ങാറായപ്പോഴേക്കും കിരൺ ചോദിക്കണം, സരയു ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കിരൺ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട്, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം. പൊയ്ക്കോ സരയു, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ, നീ ഇവിടുത്തെ ജോലി നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറയാം. പിന്നെ കല്യാണി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ സൈറ്റിലേക്കൊന്ന് പോകട്ടോ. ഇത് കേട്ട സരയുവിനൊരു ബുദ്ധിയൊക്കെ തോന്നുക. അങ്ങനെ സരയു നേരെ ശരി കിരൺ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സരയു നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ബഗാസുരനോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബഗാസുരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്താച്ചാ, എന്തെങ്കിലും വിശേഷമുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ പോയായിരുന്നോ, രൂപാൻ്റിയെ കാണാനായിട്ട് പോയായിരുന്നു ചോദിച്ചപ്പോഴേക്കും, മോളെ ഞാൻ പോയ സമയത്ത് കുഞ്ഞ് പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ച് ഓരോ വിശേഷങ്ങളെല്ലാം പറയുമ്പോഴാണ് മോളുടെ അമ്മ വരുന്നത്, ശാരി. അവൾ വന്നപ്പോൾ തന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ച് മേടിച്ചു. അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനില്ലേ ആ സേനൻ വന്ന് കുറേ എന്നെ പറഞ്ഞു മോളെ, കുറേ പറഞ്ഞ് അവൻ എന്നോട് ആട്ടി പുറത്താക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ അവൻ എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. ഞാൻ പുറത്ത് വീഴുന്ന സമയത്ത് രൂപ വന്ന് എൻ്റെ മുഖത്തേക്ക് തിളച്ച വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു മോളെ. പക്ഷേ എൻ്റെ മുഖം ആ സമയത്ത് ഞാൻ മാറ്റിക്കളഞ്ഞത് കൊണ്ട് കയ്യിലേ വീണുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛാ, ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞല്ലേ അങ്ങോട്ട് പോകണ്ടായെന്ന്. അവരൊക്കെ അച്ഛൻ്റെ ശത്രുക്കളാണ്, അച്ഛനെ കണ്ണിന് നേരെ കണ്ടുവിടുക. പക്ഷേ എന്നെയും അവർ വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ അച്ഛനെ കാണില്ലെന്നും അച്ഛനോട് എനിക്ക് വെറുപ്പാണെന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അച്ഛനെ കാണാൻ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്നെയും കൂടി അവരവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറയുകയാണ്. മോളെ, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി.
ഇതെൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. എൻ്റെ പെങ്ങൾ വരെ എന്നെ ആട്ടി പുറത്താക്കി. കണ്ടില്ലേ, പെങ്ങളാ എൻ്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയെന്നൊക്കെ പറയണം അച്ഛാ. ഇതിനെല്ലാത്തിനും പകരം വീട്ടണം അച്ഛാ. ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതേ മോളെ, ഞാൻ തക്കം പാർത്ത് തന്നെ ഇരിക്കുകയാണ് അവരുടെയൊക്കെ ചങ്ക് പൊടിയുന്നൊരവസ്ഥ കാണാൻ വേണ്ടി അച്ഛാ. അപ്പം കല്യാണിയെ തീർക്കുന്ന കാര്യം എന്തായി അച്ഛ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതിനുള്ള പ്ലാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ എനിക്ക് തനിച്ച് കിട്ടണ്ടേ അച്ഛാ. കല്യാണി ഇന്ന് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ ഒന്ന് ചെയ്തു നോക്ക്. എങ്ങനെയെങ്കിലും അവളെ ശല്യം ഒന്ന് എനിക്ക് ഒഴിവായി കിട്ടിയാൽ മതി. അതിനുശേഷം വേണം എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ അച്ഛാ. ആ ഒരു കാര്യമെങ്കിലും എനിക്ക് ചെയ്തു തരണം മോളെ. നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പരോളിന് ഇറങ്ങിയത്. കല്യാണി അവസാനിപ്പിച്ച് നിനക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം എനിക്ക് അതിൽ പരം കിട്ടാനില്ല. അതിനുശേഷം എന്നെ ആര് വേണമെങ്കിലും തൂക്കി കൊന്നട്ടെ, എനിക്കതിന് ഒരു കുഴപ്പമില്ല. അപ്പം എൻ്റെ ശത്രുക്കൾ ഇല്ലാതാകണം. നിനക്കൊരു നല്ല ജീവിതം കിട്ടണം മോളെ. അതുമാത്രമേ എൻ്റെ സന്തോഷമുള്ളൂ എന്നൊക്കെ സരയുവിന് വാക്ക് കൊടുക്കുകയാണ്. അതെ അച്ഛാ, എങ്ങനെയെങ്കിലും ആ കൃത്യമൊന്നും നടന്നെന്ന് എനിക്ക് അറിഞ്ഞ് കേട്ടാൽ മതി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും അതേപോലെ തന്നെ ബഗാസുരനെ അവിടെ നിന്ന് പിരിയാം. അങ്ങനെ നമ്മുടെ കല്യാണിയാണെങ്കിൽ കിരണേട്ടൻ ഞാൻ പിന്നെ സൈഡിലേക്ക് പോവുകയാണേ. അവിടെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ഞാൻ വരണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് വേണ്ട കിരണേട്ടൻ ഇവിടെ 100 കൂട്ടം പണിയില്ലേ, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം. എന്തിനാ സൈഡിൽ ഇപ്പോൾ രണ്ടുപേര് പോകുന്നത്, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ കല്യാണി സൈഡിലേക്ക് ചെല്ലുക. ഈ സമയം തന്നെ സരയു പറഞ്ഞിട്ടുണ്ടല്ലോ സൈഡിലേക്ക് പോകുമെന്ന്. അപ്പോൾ ബഗാസുരനാണെങ്കിൽ ആ സൈറ്റ് ലക്ഷ്യമാക്കി തന്നെ ആരും കാണാതെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതാ വരുന്നു കല്യാണി. അപ്പോൾ കല്യാണി പണിക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മേഡം ബാക്കിയെല്ലാം മേഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം റെഡിയാക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ. എങ്കിൽ പിന്നെ മേഡം പോയി കണ്ടോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി നേരെ അകത്തേക്ക് കയറുക. അപ്പം കല്യാണി ഇങ്ങനെ പോകുന്ന ആ രംഗമൊക്കെ ബഗാസുരൻ ഒരു തൂണിൻ്റെ മറവിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവളെ തീർക്കണമല്ലോ, അതിനു വേണ്ടി ഒരു കത്തിയോ ആയിട്ടാണ് ബഗാസുരൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കല്യാണി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴും ബഗാസുരൻ മറഞ്ഞു നിൽക്കുക. അങ്ങനെ കല്യാണി ആ ഒരു ഭിത്തി സൈഡിലൊക്കെ എന്തൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വെക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ബഗാസുരൻ പിന്നീ കൂടി വന്ന് കല്യാണിയുടെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിക്കുകയാണ്. വായ അങ്ങോട്ട് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണി പേടിച്ചു പോയി. കല്യാണി വെച്ചത് ആരാണ്? അങ്ങനെ ബഗാസുരൻ്റെ കൈ അങ്ങോട്ട് പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് കല്യാണി. പിടിച്ചങ്ങോട്ട് മാറ്റാൻ നോക്കി കഴിയുമ്പോൾ കല്യാണി ഒരു കടിയും കൊടുക്കുന്നുണ്ട്. ആ കടിയുടെ ആഘാതത്തിൽ നമ്മുടെ ബഗാസുരൻ കൈ അങ്ങോട്ട് വായെന്നെടുക്കുക. കല്യാണി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേഹം നിൽക്കുന്ന ബഗാസുരൻ നിങ്ങളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതേടി ഞാൻ തന്നെ. എൻ്റെ മോളുടെ ജീവിതം നീ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമല്ലോടി, എൻ്റെ മോളുടെ ജീവിതം നീ വഴിയതാരാക്കാനായിട്ട് ശ്രമിക്കുമല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് തീരേണ്ട താമസം കല്യാണി ആ ഭിത്തി പോയി ഇങ്ങനെ ഇടിക്കുക. അപ്പോഴേക്കും ബഗാസുരൻ വന്നിട്ട് കല്യാണിയുടെ പാക്കിനിട്ട് നോക്കി ഒറ്റ കുത്താണ്. ആ ഒരു വേദനയിൽ കല്യാണി അവിടെ വീണു പോവുക. അപ്പം തന്നെ ബഗാസുരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചത്തോന്ന് പോലും നോക്കാതെ. പക്ഷെ സരയനോട് പറഞ്ഞിട്ടുണ്ട് മോളെ അവൾ ചത്തെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ അവിടെ നിന്ന് പോരുള്ളൂ. പക്ഷേ അവളുടെ ആ കല്യാണിയുടെ ഒച്ചപ്പാടൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആരെങ്കിലും പിടികൂടുമല്ലോ. അപ്പോൾ കല്യാണിയുടെ ആ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ സൈഡിൽ നിന്ന് വെച്ച ആൾക്കാരൊക്കെ ഓടി വരിക. അയ്യോ മേഡം എന്ത് പറ്റി മേഡം, അയ്യോ ഇത് ആരാണ് മേഡത്തിനോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി എടുത്ത് വണ്ടിയിലോട്ട് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് കിരണിനെ വിളിച്ചിട്ട് കിരണിനോട് കാര്യങ്ങളെല്ലാം പറയാണ്. കിരൺ ഇത് കേട്ടതും തകർന്നൊരവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കല്യാണിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ കല്യാണിയെ ഹോസ്പിറ്റലിലെത്തി സ്ട്രെച്ചറിൽ കയറ്റിക്കൊണ്ട് പോകും. കല്യാണി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പക്ഷേ കല്യാണിക്ക് ഒരു ബോധവും ഇല്ല. രക്തം അത്രയും മാത്രം ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുക. നേരെ ഐസിയിലേക്ക് കയറ്റിക്കാൻ ഡോക്ടർമാരെല്ലാം അങ്ങനെ ഓടിക്കൂടുകയാണ്. കിരണാണെങ്കിൽ ഭയങ്കരയേറെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുക. അങ്ങനെ കിരൺ പ്രകാശിനെയും ബാക്കിയുള്ളവരെല്ലാവരെയും കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് ഭയങ്കരയേറെ സങ്കടത്തോടു കൂടി തന്നെ. അപ്പോൾ കല്യാണിയുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആർക്കും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഡോക്ടർ വിശദമായിട്ട് തന്നെ കല്യാണിയെ പരിശോധിക്കുകയാണ്. കല്യാണിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴും കല്യാണിക്ക് ബോധം വന്നിട്ടില്ല. അങ്ങനെ ഡോക്ടർ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും കിരൺ ചോദിക്കുകയാണ് എന്തായി ഡോക്ടറെ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിരണെ ഒന്നും പറയാനായിട്ടില്ല. അതായത് കല്യാണിയുടെ കരളിനിട്ടാണ് കുത്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ആഴമേറിയ മുറിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് രക്തങ്ങൾ വാർന്നു പോയി. ഇനിയിപ്പോൾ കല്യാണിക്ക് ബോധം വരാതെ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്
ഡോക്ടർ പോവാ. അപ്പോൾ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും കിരണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രകാശൻ ഓടിയെത്തുകയാണ്. പ്രകാശൻ ഓടിയെത്തിയിട്ട് ചോദിക്കണം, മോനെ കിരണേ, എൻ്റെ കല്യാണി മോൾക്ക് എന്ത് പറ്റി, പറ, എൻ്റെ കല്യാണിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അറിയില്ല അച്ഛാ, ഇത് ആരാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, എന്തിനു വേണ്ടി ചെയ്തെന്ന് അറിയില്ല. പക്ഷേ കല്യാണിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പ്രകാശൻ പറയണം, എനിക്ക് എൻ്റെ മോളെ കാണണം, എൻ്റെ മോളെ എനിക്ക് ഇപ്പം തന്നെ കാണണം എന്നൊക്കെ പ്രകാശൻ പറയാണ്. അങ്ങനെ പ്രകാശനെ ICUയിൽ നിന്ന് കാണാനായിട്ട് ഡോക്ടർമാരെ അനുവദിക്കുകയാണ്. അപ്പോൾ കല്യാണിയുടെ ആ ഒരു കിടത്തമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് സഹിക്കാൻ പറ്റില്ല. കാരണം മകളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ അച്ഛൻ, അതിനു മുമ്പ് തന്നെ ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റിയില്ല. ഒരു മോളുടെ കല്യാണം കണ്ട് സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു പ്രകാശൻ. പക്ഷേ ഇപ്പോഴേ മറ്റൊരു മോൾക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ പ്രകാശൻ മനസ്സിൽ പല കാര്യങ്ങളും ഉറപ്പിക്കുക. ബഗാസുരൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്പം ഇതിന് പിന്നിൽ ബഗാസുരൻ തന്നെ ആയിരിക്കുമെന്ന് പ്രകാശന് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഇനി പ്രകാശനാണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഗംഗാപ്രസാദിനെ കൊന്നത് പ്രകാശനാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പെടൽ. അതേപോലെ തന്നെ ഇനി ബഗാസുരൻ്റെയും അന്ത്യം നമ്മുടെ പ്രകാശൻ്റെ കൈ കൊണ്ടാവോ, എല്ലാത്തിനും കുറ്റമേറ്റ് ഇനി അവസാനം പ്രകാശനായിരിക്കും ജയിലിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അല്ലാതെ കിരണിനെ പോലീസ് പിടിക്കത്തുമില്ല. അങ്ങനെ തെളിവുകൾ വരാൻ നേരത്ത് പ്രകാശിൻ്റെ മേലിൽ തന്നെയായിരിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, വലിയൊരു ടെസ്റ്റ് തന്നെയായിരിക്കും. സരയുവിൻ്റെ യഥാർത്ഥ മുഖം ഇനി എല്ലാവരും തിരിച്ചറിയും. ഇനി അവൾക്ക് ആരും മാപ്പ് കൊടുക്കത്തില്ല. ഇനി അവളുടെ സ്വഭാവം നന്നായാണെന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് ഇനി മാപ്പില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ഈ എപ്പിസോഡുകൾ കാണണമെന്നും പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.